ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തൂരൻസ്. കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത്. 40s ആണ് കേട്ടോ. ത്രെഡ് കൗണ്ട് 95 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 40s എന്ന് പറയുമ്പോൾ അറിയാലോ, നൈറ്റിക്കൊക്കെ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ്. ഒരു ജാലി ടൈപ്പിലുള്ള പ്രിൻ്റാണ്, നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാനൊരു 1.5 മാസം മുമ്പൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം പെട്ടെന്ന് അന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതേ ഡിസൈൻ, അതേ ഫാബ്രിക് തന്നെ, കുറച്ച് സിമിലർ ആയിരുന്നു ഈ ഡിസൈൻ തന്നെ. കുറച്ചും കൂടി ചേഞ്ച് ആയിട്ടുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത്. നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, 40s ആണല്ലോ. അപ്പം നമുക്ക് കുർത്തികളോ അല്ലെങ്കിൽ കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോണിലാണ് ഇത് വരുന്നത്. ലൈറ്റ് ടോണും ഇതിനകത്തുണ്ട് ഈ ഒരു സെയിം പ്രിൻറ്റിനകത്ത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്ലാക്കിനകത്ത് റെഡും ക്രീമും കൂടെ ആയിട്ടുള്ള ജാലി പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ക്രീം കളറിനകത്താണ് വന്നിട്ടുള്ളത്. അതിനകത്തേക്ക് റെഡും ബ്ലാക്കുമായിട്ടുള്ള ജാലി പ്രിൻ്റാണ്. അപ്പോൾ ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ കളർ വരുന്നത്. ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിന് 4 കളേഴ്സും കമ്പൽസറി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2 കളറ് ക്രീം തന്നെ ഇതിനകത്ത് വന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ആദ്യം കണ്ടത് കുറച്ച് ചന്ദന കളറിന് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണ്. അതിനകത്ത് റെഡ് ലൈറ്റ് ആയിട്ടുള്ള ടോൺ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, നമ്മുടെ ബേസ് കളറിനകത്തേക്ക് പ്രിൻറ്റ് കയറുമ്പോൾ ആ പ്രിൻറ്റിൻ്റെ കളർ കുറച്ചൊരു ആ ബേസ് കളറിൽ തോന്നാവുന്ന പോലെയാണ് പ്രിൻറ്റ് വരുന്നതെന്ന്. ഇതിനകത്ത് ബ്ലാക്കും റെഡും ആണ് പ്രിൻ്റെങ്കിലും ഇതൊരു പ്യുവർ ക്രീം തന്നെയാണ് കേട്ടോ. ആദ്യം കണ്ടതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പ്രിൻ്റ് എല്ലാം സെയിം ആണ്. വൺ സൈഡിനകത്തായിട്ട് ഇതിനകത്തും ബോർഡർ പോകുന്നുണ്ട്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡാണ്. അപ്പോൾ റെഡൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ ഔട്ട് ആകുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു കളറാണ്. ഇത് വന്നിട്ടുള്ളത് റെഡിനകത്ത് ബ്ലാക്കും ക്രീമും കൂടിയായിട്ടുള്ള കളറിലാണ്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ബോർഡർ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ജാലി പ്രിൻ്റാണ്. ഇതിൽ നമ്മളിന്ന് കണ്ടത് 40s ആയിട്ടുള്ള പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് 44 ഇഞ്ച് വിഡ്ത്തിൽ 95 റുപ്പീസ് പെർ മീറ്ററിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.